ലൈറ്റ് ഇടാൻ വരുന്നുണ്ടെങ്കിൽ ഇത് പൊതുജനത്തിന്റെ ഫണ്ടാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജനത്തിനും വേണ്ടി സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഫണ്ടാണ്. ആ ഫണ്ട് ഉപയോഗിച്ച് ലൈറ്റ് മേടിച്ചിടാൻ വരുമ്പോ സാബുവിന്റെ തലയുള്ള വണ്ടി വേണ്ട, സാബുവിന്റെ മാങ്ങ ചിഹ്നമുള്ള വണ്ടി വേണ്ട എന്ന് പറഞ്ഞ് 5 വർഷം ആ വണ്ടി കുന്നത്താണി ഗ്രാമപഞ്ചായത്തിന്റെ 13-ാം വാർഡ് കയറ്റിയിട്ടില്ല. ഇപ്പൊ ശക്തമായ പ്രതിഷേധമുണ്ട് ലൈറ്റിനകത്തുകൊണ്ട്. പക്ഷേ 2020 പ്രതിഷേധം വളരെ ശക്തമായി അന്നും ഇന്നും ആത്മാർത്ഥമായി തന്റെ ഇടത്തോടെ സാബുവിന്റെ തല വെച്ച് സാബുവിന്റെ ചിഹ്നം വെച്ചൊരു വണ്ടി എന്റെ വാർഡിൽ കടന്ന് ഒരു ലൈറ്റ് ഇടണ്ട എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് ഇതുവരെ ഒരു ലൈറ്റ് പോലും ആ വണ്ടി കൊണ്ട് ഇടിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വേറെ ആളെ വിളിച്ച് കൊണ്ടുവന്ന് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം മുഴുവൻ പോസ്റ്റ് സ്വന്തം കയ്യിൽ ആളെ സഹായിച്ചിട്ടുമുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. അതാണ് 2020 സാബു എന്ന മുതലാളികളുടെ പ്രതിഷേധമാണത്. ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇപ്പോ നമ്മൾ 6 മാസം കഴിഞ്ഞ് നമ്മൾ ഭരിക്കുകയാണ്, നമ്മുടെ ഒരു മുഖ്യമന്ത്രി വരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ചിഹ്നവും കൈപ്പത്തിയും വെച്ച് ആളുകൾക്ക് റേഷൻ കടയിൽ അരിയും മാവേലിശ്വരിൽ അരി കൊടുക്കാൻ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ആ സാബു ചെയ്ത് നിങ്ങൾ ഓർത്തു നോക്കി. നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച്, നമുക്ക് തരുന്ന ഫണ്ട് ഉപയോഗിച്ച് അവന്റെ തലയും അവന്റെ ചിഹ്നവും വെച്ച് മതി. പ്രത്യേകിച്ച് പെരിങ്ങാലി ഈ തവണ 3 വർഷം ഇതിനേക്ക് ഫണ്ട് പ്രതിപക്ഷം പറഞ്ഞ ഫണ്ട് കൊടുത്തില്ല. പിന്നെ അവസാനം പ്രതിഷേധങ്ങളും മറ്റേ മുദ്രാവാക്യങ്ങളും തമ്മിത്തല്ലുമായി 2 വർഷം കൊടുത്തു. ഈ അവസാന വർഷം പ്രതിപക്ഷത്തിരിക്കുന്ന 7 മെമ്പർമാർക്ക് 1 രൂപ കൊടുക്കാതെ ഒരു പദ്ധതി ഉണ്ടാക്കിയ പഞ്ചായത്ത് കേരളത്തിൽ കുന്നത്താണി പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർത്തു നോക്കി. 1 രൂപ കൊടുത്തിട്ടില്ല പ്രതിപക്ഷ മെമ്പർമാർക്ക്. മിഥുനിക്ക് കൊടുത്തിട്ടില്ല, PK ബോറിന് കൊടുത്തിട്ടില്ല, യൂനുസിന് കൊടുത്തിട്ടില്ല, മായ വിജയന് കൊടുത്തിട്ടില്ല, മറ്റുള്ള മറ്റേ TA ബ്രാവിന് കൊടുത്തിട്ടില്ല, അവന് കൊടുത്തില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. നമ്മളൊരു പഞ്ചായത്തിലേക്ക് 5-6 കോടി രൂപ സംസ്ഥാന സർക്കാർ ഫണ്ട് തരുന്നു. എന്നിട്ട് പ്രതിപക്ഷത്ത് ഒരു മെമ്പർക്ക് 1 രൂപ കൊടുക്കാതെ ഒരു പദ്ധതി ഉണ്ടാക്കി ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി കൊടുത്തപ്പോ പ്ലാനിംഗ് കമ്മിറ്റി എഴുതി വെച്ചു വിവേചനം പാടില്ല, തുല്യമായിട്ട് എല്ലാവർക്കും ഫണ്ട് കൊടുക്കണം. അങ്ങനെ പദ്ധതി ഉണ്ടാക്കാൻ പറഞ്ഞ് എഴുതി കൊടുത്തു വിട്ടിരിക്കുക. കേരളത്തിൽ 941 പഞ്ചായത്തില് ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതിക്ക് അംഗീകാരം കിട്ടാത്ത ഏതൊരു പഞ്ചായത്ത് കുന്നത്താണി ഗ്രാമപഞ്ചായത്താണ്. നിങ്ങൾ ഓർത്തു നോക്കി. ഇതാണ് ഈ കുന്നത്താണി ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥ. പ്രതിപക്ഷ മെമ്പർമാർക്ക് ഫണ്ടില്ല. സാബു പറയും ആർക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ ഏകാധിപതി ഭരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഇതെനിക്ക് പറഞ്ഞില്ലേ. സാബു പറയുന്നതിന് അപ്പുറത്തേക്ക് കമ്പനി തൊഴിലാളികളാണ് ഈ 11 മെമ്പർമാര്, 22 മെമ്പർമാര് കമ്പനി തൊഴിലാളികളാണ്. കിറ്റെക്സ് കമ്പനിയുടെ തൊഴിലാളികളായി മാറി. സാബു എന്ത് പറയുന്നോ അത് കേട്ടാൽ മാസം നിങ്ങൾക്ക് 15,000 രൂപ മെമ്പർമാർക്ക്. സാബു പറയുന്നത് കേട്ടാൽ വൈസ് പ്രസിഡന്റിന് 20,000 രൂപ. സാബു പറയുന്നത് കേട്ടാൽ പ്രസിഡന്റിന് 25,000 രൂപ മാസം കിട്ടും. നിങ്ങൾ ഓർത്തു